നമസ്കാരം. ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ശശി തരൂർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചില പ്രസ്താവനകളൊക്കെ നടത്തിയത്. എന്നാൽ അത് വലിയ വിവാദമാവുകയും കേരളത്തിൽ ചർച്ചയാവുകയും കേരള രാഷ്ട്രീയത്തിൽ വലിയ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ശശി തരൂരിന് തന്നെ തോന്നി താൻ ചെയ്തത് അബദ്ധമാണ്, മണ്ടത്തരമാണ് എന്ന്. കാരണം തരൂരുമായി അടുത്തു നിൽക്കുന്ന ചില നേതാക്കളല്ലാതെ മറ്റാരും തന്നെ തരൂരിന്റെ ഈ പ്രസ്താവനകളെ പിന്തുണച്ചില്ല. മാത്രമല്ല UDF-നകത്തെ ഘടകകക്ഷികൾ പോലും തരൂരിന്റെ ഈ പ്രസ്താവനകളെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എങ്ങു നിന്നും യാതൊരു പിന്തുണയും ലഭിക്കാതായതോടുകൂടി തരൂർ ആകെ അബദ്ധം ചെയ്ത മട്ടായി. അങ്ങനെ തരൂർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. രാഹുൽ ഗാന്ധി നേരിട്ടിടപെട്ട് ചർച്ചയൊക്കെ നടത്തി പ്രത്യാശയോടുകൂടി അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. തരൂരിന് മുൻപിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കാരണം തരൂരിന് BJP-യിലേക്ക് പോവുക എന്നത് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത ഒരവസ്ഥയാണ്. തരൂരിന്റെ നയങ്ങളും തരൂരിന്റെ ചിന്തകളും വിശ്വപൗരൻ ഇമേജും ഒക്കെ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ ലഭിക്കുമായിരിക്കും. പക്ഷെ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അത് അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അതേ അവസ്ഥ തന്നെയാണ് CPM-ലേക്ക് പോവുകയാണെങ്കിലും തരൂരിന് ഇപ്പോൾ ഉള്ള തരൂരിന്റെ വിശ്വാസ്യതയും ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുമെന്ന കാര്യം തരൂരിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഒരു കളി കളിക്കുക മാത്രമാണ് തരൂരിന് മുന്നിലുള്ള വഴി. പക്ഷേ തരൂരിനെ കോൺഗ്രസ് അങ്ങനെ കൈവിടുന്നില്ല. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് പ്രതിസന്ധിയിലാക്കുകയായിരുന്നു തരൂർ ചെയ്തത്. പാർട്ടിയോട് ചെയ്ത ഒരു തെറ്റ് എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. തരൂരിന്റെ തുറന്നു പറച്ചിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമായി. തരൂർ പറഞ്ഞത് ശരിയായില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ സർക്കാരിനെതിരെ ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ, ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ തരൂരിന്റെ പ്രസ്താവന, തരൂരിനെ പോലെ വലിയൊരു നേതാവിന്റെ പ്രസ്താവന കേരളത്തിലെ UDF-നെ ഒന്നടങ്കം പിന്നോട്ടടിപ്പിക്കുന്ന പ്രസ്താവനയായിരുന്നു. അതിലിപ്പോൾ തരൂരിന് ഒരു പശ്ചാത്താപം തോന്നിയിരിക്കാം. എന്തായാലും തരൂർ ചെയ്തത് അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ തരൂരിനെ അങ്ങനെ കൈവിടാൻ കോൺഗ്രസ് പാർട്ടി ഒരുക്കമല്ല. തരൂരിന് ചില സ്ഥാനങ്ങൾ നൽകാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവായി തരൂരിനെ നിയമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നിലവിലെ ഉപനേതാവ് സൗരവ് ഗൊഗോയാണ്. അദ്ദേഹം അസം PCC അധ്യക്ഷനായി ചുമതലയേൽക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. അസമിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ കോൺഗ്രസിന് വേരുറപ്പുള്ള ഒരു സംസ്ഥാനമാണ്. തീർച്ചയായും സൗരവ് ഗൊഗോയിനെ പോലെ ഒരു നേതാവ് അവിടെ PCC അധ്യക്ഷനാവുകയാണെങ്കിൽ വലിയ നേട്ടം കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ അസമിലേക്ക് അദ്ദേഹം പോകുമ്പോൾ തീർച്ചയായിട്ടും ശശി തരൂരിനെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കൂടുതൽ ശബ്ദം നൽകി അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ശശി തരൂരിനെ പോലെ വളരെ മികച്ച അറിവുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ നന്നായി ഷൈൻ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പാർലമെന്റിൽ അടുത്ത ശബ്ദം ശശി തരൂരിൻ്റെതാകും. അങ്ങനെയെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം പാർട്ടിയിൽ അദ്ദേഹം നടത്തിയ കലാപം ഒക്കെ കണക്കിലെടുക്കാതെ പാർട്ടി അദ്ദേഹത്തിന് മികച്ചൊരു സ്ഥാനം തന്നെ നൽകുന്നു എന്നത് ആശാവഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതായത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതല്ലെങ്കിൽ മറ്റൊരു അവസരം തനിക്കുണ്ട് എന്നൊക്കെ തരൂർ പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് തരൂർ തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റ് അവർ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ എന്നാണ്. അത് തെറ്റായ രീതിയിൽ അവർ അവതരിപ്പിച്ചു എന്നാണ്. താൻ സാഹിത്യത്തിൽ അവസരങ്ങളുണ്ട്, സാഹിത്യത്തിൽ മറ്റവസരങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് തെറ്റായ രീതിയിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസിലെ ആ പോഡ്കാസ്റ്റിനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് തരൂർ രംഗത്ത് വരുന്നു.
തീർച്ചയായിട്ടും തരൂരിനെ കോൺഗ്രസ് പാർട്ടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും തരൂരിനും പാർട്ടിയോട് പ്രതിബദ്ധത പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ പഴി മുഴുവൻ ഇന്ത്യൻ എക്സ്പ്രസിനായിരിക്കുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ. തരൂരിന് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്ന നിർണായകമായ വിവരം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുമായി അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്.